ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ ഒരു ഫിഷ് ഫാമിലേക്കാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാനും എൻ്റെ കൊച്ചുമകനും ഒരു ഫിഷ് ഫാം കാണാനായി പോയ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. രസകരമാണ് കാഴ്ചകൾ, എന്നാൽ എല്ലാം ആകാംക്ഷയുടെ നിറവിൽ ബാല്യങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കുകയാണ്. ഫിഷ് ഫാം ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അക്വേറിയങ്ങൾ ഇന്ന് വലിയൊരു വ്യവസായ മേഖല തന്നെയാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിമിർപ്പിലുമായിരിക്കും. പ്രത്യേകിച്ച് ബാല്യം. നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നുന്നത് ബാല്യങ്ങളുടെ ആകാംക്ഷകളാണ്. കാരണം നമ്മൾ ആ ബാല്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ബാല്യത്തിലേക്ക് തിരികെ പോകാത്തവർ, ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ ബാല്യങ്ങളിലൊക്കെ അപൂർവങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം വിപുലമായ കാഴ്ചകളും വിശാലമായ ചിന്തകളുമായിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. എൻ്റെ ചെറുമകനുമായി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കും. പ്രപഞ്ചത്തിൻ്റെ അത്യാവശ്യം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചും കാഴ്ചകൾ കാണിച്ചു കൊടുത്തും ഒരു സഹോദരൻ എന്നുള്ള തരത്തിൽ തന്നെ ഞങ്ങൾ ഇടപഴകി ഈ ബാല്യത്തിൽ തന്നെ മുമ്പോട്ട് നീങ്ങുകയാണ്. പട്ടാളവും പോലീസും കോടതിയും ജയിലും എന്നു വേണ്ട എല്ലാം വിശദീകരിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാഴ്ചകളിലേക്കും പോയിക്കൊണ്ടിരിക്കും. ഒരു നഗരപ്രദേശത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള കാഴ്ചകളും സാമൂഹ്യമായ ചുറ്റുപാടങ്ങളും എന്നു വേണ്ട സാഹോദര്യ ബന്ധങ്ങളുമൊക്കെ ഇതിനിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എൻ്റെ കൊച്ചുമകൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മത്സ്യങ്ങൾ ഇത്രമാത്രം അക്വേറിയങ്ങളിലൊക്കെ ഒന്നും രണ്ടും കാണുമ്പോൾ ഈ ആയിരക്കണക്കിന് മത്സ്യങ്ങളെ കാണുന്ന ആ ആകാംക്ഷ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അവൻ മതി വരുവോളം ഞാൻ ആ കാഴ്ചകൾ കൊണ്ടു നിറയ്ക്കുകയാണ്. എനിക്കും അതൊരു ആഹ്ലാദവും ഉന്മേഷവും നൽകുന്നു. കാരണം നമുക്ക് 7-ലും 70-ലും ഒരുപോലെ എന്നുള്ളതാണല്ലോ ചൊല്ല്. അങ്ങനെ ഞങ്ങൾ അക്വേറിയമൊക്കെ കണ്ട് ഇടയ്ക്ക് ഈ കാഴ്ചകളിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, നീയും അതുപോലെ ചൂണ്ടയിട്ട് കൊള്ളുക എന്ന്. അങ്ങനെ ചൂണ്ടയുമൊക്കെ ഇട്ട് ആ കളിമൺ പാവയോട് സല്ലപിക്കുകയാണ് എൻ്റെ കൊച്ചുമകൻ. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് ഞാനും അതിൻ്റെ പൂർണ്ണമായി ആസ്വദിച്ച് അതിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിറവിലാണ് ഞാനും. കാഴ്ചകൾ എപ്പോഴും മനോഹരങ്ങളാണ്. പക്ഷെ ചില കാഴ്ചകൾ നമ്മെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ ഇത്തരം കാഴ്ചകൾ കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അതിനാലാണ് ഞാൻ ഇതൊരു വീഡിയോ ക്ലിപ്പെടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇതൊരു ഹരമായി തോന്നിയേക്കാം. എന്തായാലും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. എന്നെ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.